അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്താണ് മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങളെ വിശേഷം? റാഹത്തല്ലേ? ഒരമൽ പറയാൻ പോവുക. നല്ല മുജറബായ നല്ല ഫലമുള്ള ഒരമലാണ് പറയാൻ പോണത്. അള്ളാഹു ഫലം തരട്ടെ. ഒരുപാട് വിഷയങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അമൽ. ഓരോ വിഷയത്തിനും ഓരോ അമലാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്, അല്ലേ? എന്നാൽ ഇന്ന് ഓരോ വിഷയത്തിനും ഓരോ അമൽ ചെയ്യുന്നതിന് പകരം എല്ലാ വിഷയത്തിനും പറ്റുന്ന നല്ല ടോപ്പ് അമലാണ് ഞാൻ പറയാൻ പോകുന്നത്. ചെറിയ ഒരു കളം എഴുതി ചുരുട്ടി കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിടാനുള്ളതാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും മണ്ണിൽ കുഴിച്ചിടാനുള്ളതാണ്. ഈ കളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും ചൊല്ലാറുണ്ട്, യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീമു യാ മാലിക്. നമ്മളെപ്പോഴും ചൊല്ലാറുള്ളതാണ് അസ്മാഉൽ ഹുസ്ന, അല്ലേ? അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ അല്ലാഹ്, അല്ലേ? യാ അല്ലാ എന്നുള്ള ഇസ്മ വളരെ പ്രധാനപ്പെട്ടൊരു ഇസ്മാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, എന്ത് പ്രശ്നമായിക്കോട്ടെ എല്ലാത്തിനും പരിഹാരം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം യാ അല്ലാ എന്നുള്ള നാമം എല്ലാത്തിനും പരിഹാരമാണ്. അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ചൊല്ലണം, എത്ര വട്ടം ചൊല്ലണം, ഏതൊക്കെ ദിവസങ്ങളിൽ ചൊല്ലണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. യാ അല്ലാ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കളം, ഒരു റുബാഴി കളം, ഇൻഷാ അല്ലാഹ് അതും ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഈ അമൽ കണ്ട് ഇതാരൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ അള്ളാഹു അവർക്കൊക്കെ നല്ല ഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയാൻ പോകുന്നത് യാ അല്ലാ എന്നുള്ളതിൻ്റെ കളമാണ്. ആ ഇസ്മിൻ്റെ പ്രത്യേകതകൾ പറയാം. ഈ ഇസ്മ ഒരാൾ ചൊല്ലിയാൽ എല്ലാവരിൽ നിന്നും നല്ല ആദരവ് അവന് ലഭിക്കും, നല്ല സ്നേഹം, എല്ലാവരും അവനോട് നല്ല രീതിയിൽ പെരുമാറും. സ്വഭാവം എന്തായിക്കോട്ടെ അവൻ്റെ സ്വഭാവം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റം, അതേപോലെ തന്നെ അവനോടുള്ള എന്ത് കാര്യവും മറ്റുള്ളവരിൽ നല്ല ആദരവ് ലഭിക്കും. എവിടെ ചെന്നാലും അവനോടൊരു പ്രത്യേക സ്നേഹമായിരിക്കും. ധാരാണോ ചെയ്തു വെക്കുന്നത് ആ ആളിനോടൊരു പ്രത്യേക സ്നേഹം, എവിടെ ചെന്നാലും ഒരു സ്വീകാര്യത. നമ്മൾ കുടുംബത്തിലൊക്കെ വിലയില്ലാത്ത ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? നമുക്ക് ചില സമയത്ത് ഒരു വിലയില്ലാത്ത പല സമയങ്ങളുണ്ട്. നമുക്കൊരു പണമില്ലാത്തതിൻ്റെ പേരിൽ, സ്വത്തില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വാഹനമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ മാനം കെട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും, ശരിയല്ലേ? അത്തരം ഘട്ടങ്ങളിൽ ഈ അമൽ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് നമ്മളെ പുച്ഛിച്ച ആളുകളിൽ നിന്ന് ഒരു സ്വീകാര്യത നമുക്ക് കിട്ടുക, അവരെ നമ്മളെ ഏറ്റെടുക്കുക, നമ്മളെ തള്ളി പറഞ്ഞവരെ നമ്മളെ ചേർത്ത് നിർത്തുക. അതിനൊക്കെ ഈ അമൽ പറ്റും. അതുപോലെ തന്നെ ഈ അമൽ പറയുന്നത് പൈശാചികമായിട്ട് ഉപദ്രവമുള്ള ആളുകളുടെ ഭൂമി, അവർ താമസിക്കുന്ന സ്ഥലത്ത് പൈശാചിക ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്കിത് മണ്ണിൽ കുഴിച്ചിടാൻ പറ്റും. യാ അല്ലാ എന്ന് എഴുതിയിട്ടല്ല കേട്ടോ കുഴിച്ചിടേണ്ടത്, അതിനൊരു കളമുണ്ട്. ഒരിക്കലും അത് നമുക്ക് കുഴിച്ചിടാൻ പറ്റില്ല. അതിൻ്റെ കളമാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പൈശാചിക ഉപദ്രവത്തിന് വളരെ ഉത്തമമായ ഒരമലും കൂടിയാണ് ഈ അമല്. അതുപോലെ തന്നെ ഈ അമലിന്റെ പ്രത്യേകത പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ കളം പറ്റും. ശാരീരികമായിട്ടുള്ള അസുഖം, മാനസികമായിട്ടുള്ള പ്രയാസം ഒക്കെ ഇതിനിത് പറ്റും. പക്ഷേ ഇതിലേക്ക് യാ അല്ലാ യാ അല്ലാ എന്നിങ്ങനെ മന്ത്രിച്ച് അതിലേക്ക് ഇങ്ങനെ ഊതണം. എത്ര തവണ ഊതണം എന്ന് അറിയോ? 2360 തവണ യാ അല്ലാഹു യാ അല്ലാ യാ അല്ലാഹു യാ അല്ലാ എന്നിങ്ങനെ 2360 തവണ മന്ത്രിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു കളം പേപ്പറിൽ എഴുതിയിട്ട് അതിൽ മന്ത്രിച്ച് ഊതുക. ശേഷമാണ് നിങ്ങളിത് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഒരാൾ 10 പ്രാവശ്യം യാ അല്ലാഹു യാ അല്ലാ യാ അല്ലാഹു യാ അല്ലാ എന്നിങ്ങനെ മന്ത്രിച്ച് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാണ്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ഈ അമൽ ചെയ്തു വെച്ചതിന് ശേഷം ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലി ദുആ ചെയ്യുക. ഈ കളം എങ്ങനെ നമുക്ക് എഴുതാം
ഇത് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കളം നിങ്ങൾ എഴുതുമ്പോൾ ഖളാഉൽ ഹാജത്ത് നിസ്കരിക്കുക. അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങളിത് എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ് ആയിട്ട് ഇത് എഴുതാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം ഇത് എഴുതി നല്ല ഭദ്രമായി ഒരു പേപ്പറിൽ ചുരുട്ടി അതൊരു കുപ്പിയിലിട്ടിട്ട് നിങ്ങൾ നേരെ ഭൂമിയിൽ കുഴിച്ചിടുക. കുഴിച്ചിടുന്നതിന് മുമ്പ് യാ അല്ലാഹ് എന്നുള്ളത് 2360 തവണ മന്ത്രിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നിങ്ങളിത് കുഴിച്ചിട്ട് നന്നായിട്ട് ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഫലം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കളം ഞാൻ എഴുതി കാണിക്കാം, അതുപോലെ കറക്റ്റ് തെറ്റാതെ എഴുതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ലൊരു അമല് കൊണ്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.